ഹലോ, ഒരു സ്റ്റോറി പറയാൻ വന്ന കേട്ടോ. അപ്പോൾ സ്റ്റോറിയിലെ കഥാനായിക ഞാനും കഥാവില്ലൻ ഈ കണക്കും എൻ്റെ ഭർത്താവ്. കഥ ഇതാണ്. കഥ തുടങ്ങുന്നത് ശനിയാഴ്ച ഒരു 10-11 മണിയാകുമ്പോൾ ഞാനൊരു ഹെയർ സ്പായ്ക്ക് പോയി നോക്കരുത്. ഹെയർ സ്പായ്ക്ക് പോയിട്ട് അവിടെ നിന്ന് എന്നെ കൊണ്ടാക്കി വിട്ടിട്ട് പുള്ളി തിരിച്ചു വന്നു. ഞാനൊന്നും എടുത്തിട്ടില്ല, ആകെ ഫോൺ മാത്രം ഞാൻ എൻ്റെ കയ്യിലുണ്ട്. അവിടെ നിന്ന് വന്ന് എല്ലാം കഴിഞ്ഞ് എൻ്റെ ഹെയറിലെ പരിപാടിയെല്ലാം കഴിഞ്ഞ് ഹെയർ സെറ്റ് ചെയ്ത് തുടങ്ങി. അപ്പോൾ അവർ എന്നോട് പറഞ്ഞു, വിളിക്കാണ്ടെങ്കിൽ വിളിച്ചോളൂ, വന്ന് കൊണ്ടുപോകാനുള്ള അല്ലെങ്കിൽ കഴിയാനുള്ള സമയമായിരുന്നു. ഞാൻ പുള്ളിനെ വിളിച്ചു. പുള്ളി വന്നിട്ട് അരമണിക്കൂർ അവിടെ നിന്നു. സംഭവം സെറ്റ് ചെയ്യാൻ കുറച്ച് സമയം എടുത്തു. കുറച്ച് മറ്റേ ഫ്രിസി ആയിട്ടുള്ള ഹെയർ ആയതുകൊണ്ട് സെറ്റ് ചെയ്തെടുക്കാൻ കുറച്ച് സമയം. പുള്ളിക്കാരൻ അങ്ങോട്ട് ദേഷ്യം വന്നിട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോയതല്ല സങ്കടം. 10 രൂപ ബസ് ചാർജ് പോലും എനിക്ക് തരാണ്ട് ഇറങ്ങിപ്പോയി. ഗൂഗിൾ പേ ഇറങ്ങിപ്പോയി. എന്നിട്ട് ഇത് ഞാൻ അറിഞ്ഞിട്ടില്ല. ഞാൻ അവിടെ നിന്ന് പേയ്മെൻറ്റും കഴിഞ്ഞ് ഞാൻ GPay ഒക്കെ ചെയ്തു. പേയ്മെൻറ്റും ചെയ്തിട്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ബസ് സ്റ്റോപ്പ് എത്തിയിട്ട് ഞാൻ പുള്ളിയെ ഫോൺ ചെയ്തു. ഏട്ടാ എവിടെ ചോദിച്ചപ്പോൾ പറയാം, ഞാൻ എവിടെത്തി, നീ വേണമെങ്കിൽ ഈ ബസ്സിന് വന്നോ പറഞ്ഞു. എൻ്റെ ഒരു 10 രൂപ പോലും ബസ്സിന് കൊടുക്കാനില്ല. എന്നിട്ട് ഞാൻ ബസ് സ്റ്റോപ്പിലേക്ക് നടന്നു. 200 മീറ്റർ ഞാൻ ബസ് സ്റ്റോപ്പിലേക്ക് നടന്നു കഴിഞ്ഞിട്ട് ഞാൻ വിചാരിച്ചില്ല, കടയിലും കയറി അവിടെ നിന്ന് എന്തെങ്കിലും മേടിച്ചിട്ട് GPay ചെയ്തിട്ട് 10 രൂപ എക്സ്ട്രാ മേടിച്ചിട്ട് ബസ്സിന് വരാമെന്ന് പറഞ്ഞു. അല്ലെങ്കിൽ ഏട്ടനത്തിനെ വിളിച്ചിട്ട് വരാം. പുള്ളി വിചാരിച്ചിരിക്കുന്നത് കുഞ്ഞിനെ ഞാൻ വിളിച്ചിട്ട് അയ്യോ ചേട്ടാ വായോ പറയുമ്പോൾ ഇങ്ങനെ ഹീറോയിക്കായിട്ട് ഇങ്ങനെ വരുന്നു, എന്നെ പിക്ക് ചെയ്യുന്നു, പോകുന്നു. ഇവര് രണ്ടുപേരും അത് വിചാരിച്ചിട്ട് വെയിറ്റ് ചെയ്യാ, ഞാൻ വിളിക്കുന്ന പറഞ്ഞിട്ട്. ഞാൻ ഇങ്ങനെ പോയി ബസ് സ്റ്റോപ്പ് എത്തിയപ്പോൾ അവിടെ ഒരു ഓൾറെഡി പ്രൈവറ്റ് ബസ് നിൽക്കുന്നു. ശരി എന്നാൽ അതിൽ കയറാന്ന് പറഞ്ഞ് റോഡ് ക്രോസ് ചെയ്യുമ്പോഴേക്കും ബസ് പോയി. പിന്നെ ഒരു 5 മിനിറ്റ് ഇങ്ങനെ നിന്നിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. എന്തായാലും GPay ചെയ്യാൻ അവിടെ തിരിയുമ്പോഴേക്കും അവിടുന്ന് വേണ്ട ഒരു ബസ് ഇങ്ങനെ വരുന്നു, പ്രിയദർശിനി. എൻ്റെ കണ്ണ് തല്ലിപ്പോയി. അങ്ങനെ ചമ്മി നാണം കിട്ടുന്നു. ഇതെല്ലാം എന്നോട് പറഞ്ഞ ടാനിക്കുട്ടിയാണ്. അല്ല, നിങ്ങൾ എന്ത് ടാനിക്കുട്ടിയാണ് കേട്ടാനോ? എന്താ സാമർത്ഥ്യം? ഇപ്പോഴാണ് മനസ്സിലായത് സ്ത്രീകൾക്ക് എന്തിനാണ് ഫ്രീ ആയിട്ട് ഇത് കൊടുത്തത്. ആദ്യമൊക്കെ ഞാൻ വിചാരിച്ചു സ്കൂൾ കുട്ടികൾക്കല്ലേ ഫ്രീ ആയിട്ട് കൊടുക്കണ്ടേ, നമുക്കൊക്കെ എന്തിനാ സ്ത്രീകൾക്ക് എന്തിനാ തരുന്നതെന്ന് വിചാരിച്ചിട്ടോ. പക്ഷെ ആ ബസ്സിൽ കയറിയപ്പോഴാണ് എനിക്ക് കാര്യം മനസ്സിലായത്. സത്യത്തിൽ ആ ബസ് അവിടെ നിന്ന് വരുമ്പോൾ ഭയങ്കരമായിട്ട് അയ്യോ എന്നുള്ളൊരു ഫീലായിരുന്നു. ഇപ്പൊ മനസ്സിലായില്ലേ? ഒരുപാട് ബൈ.